ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. ഈ വീഡിയോയില് നമ്മൾ 5th ചാപ്റ്റർ ആയിട്ടുള്ള ഫുഡ് ഫോർ ഹെൽത്ത് ആണ് പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് 3 ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഈ യൂണിറ്റില് പ്രധാനമായിട്ടും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഫുഡ്, ഭക്ഷണം. അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു, അത് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് തരുന്നത്, അതുപോലെ ഭക്ഷണങ്ങളുടെ പലവിധം രുചികൾ എന്നതിനെയൊക്കെ കുറിച്ചാണ്. ഫുഡ് ഫോർ ഹെൽത്ത്. The day of food festival has finally arrived. Students and their parents brought a variety of food items for the festival. ഒരു സ്കൂളില് ഫുഡ് ഫെസ്റ്റിവൽ നടത്തുകയാണ്. കുറെ ദിവസങ്ങളായി കുട്ടികള് ആ ഒരു ഫുഡ് ഫെസ്റ്റിവലിന് വേണ്ടി കാത്തിരിക്കുന്നു. ഫൈനലി ഫുഡ് ഫെസ്റ്റിവലിന്റെ ഡേ എത്തി. കണ്ടില്ലേ, സ്കൂൾ ഗേറ്റിൽ തന്നെ നല്ലൊരു ബാനർ ഒക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. സ്കൂൾ ഫുഡ് ഫെസ്റ്റിവൽസ് വെൽക്കം യു, ഈറ്റ് റൈറ്റ്, സ്റ്റേ ഹെൽത്തി. ഈ ഫുഡ് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് കുട്ടികളും പാരന്റ്സും ഒക്കെ വെറൈറ്റി ഓഫ് ഫുഡും കൊണ്ടാണ് വന്നിരിക്കുന്നത്. Stalls displayed fresh fruits, vegetables, sprouts, dhokla, लिट्टी चौका, दाल बाटी चूरमा, बाजरे की खिचड़ी, चना पोड़ा, कड़ी पकोड़ा, केर संगरी, सिद्धू, रोस्टेड कॉर्न, स्पाइसी चटनी, hot डोसा, crispy वड़ा, जोवर उपमा, रागी लड्डू and much more. അപ്പോൾ ഈ ഒരു ഫുഡ് ഫെസ്റ്റിവലിൽ ഓരോ കുട്ടികളും അവരുടെ വീട്ടിൽ നിന്ന് പലതരം ഫുഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് അവരൊക്കെ ഓരോ സ്റ്റോളുകളായിട്ട് ഇട്ടിരിക്കുക. അപ്പൊ ആ സ്റ്റോളില് എന്തൊക്കെ ഫുഡ് കിട്ടുന്ന അവിടെ ബോർഡും വെച്ചിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഫുഡ് ഫെസ്റ്റിവലിനായിട്ട് തയ്യാറായിരിക്കുന്നത്. Think and write. If you had to organize a food festival in your school, which dishes would you like to include? Make a list. ഇപ്പോ ഇവിടെ ഈ സ്കൂളില് ഫുഡ് ഫെസ്റ്റിവൽ നടത്തിയപ്പോ പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടല്ലേ. ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, സ്പ്രൗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളപ്പിച്ച പയറുകളോ അല്ലെങ്കിൽ വേറെ ധാന്യങ്ങളോ, അതുപോലെ ധോക്ല, പിന്നെ ഇങ്ങനെ ഓരോ വെറൈറ്റി ഫുഡുകളൊക്കെ അവരുടെ ഫുഡ് ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങളുടെ സ്കൂളിലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഉൾപ്പെടുത്തിയേനെ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദോശ കൗണ്ടർ ഉണ്ടാവാം, ഇനി ഇഡ്ലി കൗണ്ടർ ഉണ്ടാവാം, പിന്നെയോ ചിക്കൻ ഐറ്റംസിന്റെ കൗണ്ടർ ഉണ്ടാവാം, സാൻഡ്വിച്ചസ് ഉണ്ടാവാം, ലഡു അല്ലെങ്കിൽ സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. Children were eager to taste different food items. They visited the stalls one by one. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഓരോരോ സ്റ്റോൾസ് ആയിട്ട് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്ററി മസാല. Mukesh and his friends lined up at a colorful stall named Mystery Masala to try a unique food made by their classmates. ഒരു സ്റ്റോളിന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുകയാണ് മിസ്റ്ററി മസാല. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മിസ്റ്ററിയാണ് അതിലുള്ളത് എന്ന് ടെസ്റ്റ് ചെയ്യാൻ തോന്നും അല്ലേ. മുകേഷും ഫ്രണ്ട്സും കൂടി അവിടേക്ക് പോയിരിക്കുകയാണ്. This food had a hint of sweetness. It was also a little salty and a bit bitter too. The guessing game about its ingredients filled the stall with laughter and curiosity. അവിടെ പോയിരിക്കുന്ന കുട്ടികൾ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്ത് ടേസ്റ്റ് ആണുള്ളത്? കുറച്ച് മധുരമുണ്ട്, ഇപ്പൊ വേറൊരാള് പറയാ സോൾട്ടി ആണ്, കുറച്ചൊരു ബിറ്റർ കയ്പ് രുചിയും ഉണ്ട്. അങ്ങനെ ഓരോ ആളുകളായിട്ട് ഓരോരോ ടേസ്റ്റ് കണ്ടുപിടിച്ച് പറയുകയാണ്. ക്യൂരിയസ്ലി ദേ ആസ്ക്ഡ്, ആകാംക്ഷയോടെ അവർ ചോദിക്കുക, വൈ ഡസ് ഇറ്റ് ടേസ്റ്റ് സോ ഡിഫറെന്റ് ടു ഈച്ച് ഓഫ് us? ഞങ്ങൾ എല്ലാവരും ഒരേ ഭക്ഷണം തന്നെയല്ലേ കഴിച്ചത്, എന്നിട്ട് എന്തുകൊണ്ടാ എല്ലാവർക്കും വേറെ വേറെ രുചികൾ വരുന്നത്? The children of the stall smiled and explained. ആ സ്റ്റോളിൽ നിൽക്കുന്ന കുട്ടികൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, This is Ugadi Pachdi, a traditional food of Andhra Pradesh, Karnataka and Telangana, made with 6 different taste elements. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ ഉണ്ടാക്കുന്ന ഉഗാദി പച്ചടി എന്ന ഒരു വിഭവമാണിത്.
ഇതില് 6 ഡിഫറെന്റ് ടേസ്റ്റ് എലമെന്റ്സ് ആണ് ഉള്ളത്. ഏതാണ് ആ 6 രുചികൾ? സ്വീറ്റ് മധുരം, സോർ പുളി, പിന്നെയോ സോൾട്ടി ഉപ്പ് രസം, പഞ്ചന്റ് പഞ്ചന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവ്, കുത്തുന്ന പോലത്തെ ഉള്ള ടേസ്റ്റ്, ബിറ്റർ കയ്പ്, ആൻഡ് ആസ്ട്രിഞ്ചന്റ് ആസ്ട്രിഞ്ചന്റ് എന്ന് പറഞ്ഞാൽ ചവർപ്പ്, ഒരു കഷായ രുചിയൊക്കെ ഉണ്ടാവില്ലേ, ചിലപ്പോ ഭയങ്കര നെല്ലിക്കയൊക്കെ കടിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പോലത്തെ ഒരു ഭയങ്കര ചവർപ്പുള്ള ടേസ്റ്റ്. Each taste make it special. When all these tastes are blended in right measure, it is more enjoyable. ഉഗാദി പച്ചടി എന്ന ഐറ്റത്തിൽ 6 ഡിഫറെന്റ് ടേസ്റ്റ് ആണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഓരോ സിപ്പ് എടുക്കുന്ന സമയത്തും വേറെ വേറെ രുചികൾ വരികയാണ് അല്ലെ. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഉഗാദി പച്ചടി. റൈറ്റ്. Can you think of at least 5 ingredients or food items that match each of the taste listed below? Write them down in the spaces provided. See the example given below. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. സ്വീറ്റ് സ്വീറ്റ്നെസ് ജാഗ്രി മധുരം, സോർ പുളി ടാമറിൻ, നമ്മൾ മരത്തിൽ നിന്നൊക്കെ പറിച്ച് കറിയിലൊക്കെ ആഡ് ചെയ്യുന്ന പുളിയില്ലേ, ആ പുളിയാണ് ടാമറിൻ. സോൾട്ട് ഉപ്പ്, പഞ്ചന്റ് ഗ്രീൻ ചില്ലി എരിവ്, നല്ല എരിവ് കിട്ടും, ബിറ്റർ നീം, ആസ്ട്രിഞ്ചന്റ് റോ മാംഗോ നന്നായിട്ട് പഴുക്കാത്ത പച്ച മാങ്ങ, അതിന് പുളിയല്ല ഉണ്ടാവുക, ഒരുമാതിരി കയ്പും പുളിപ്പും എല്ലാം കൂടി ചേർന്ന ഒരു ചവർപ്പ് രുചിയാണ്. ഇതുപോലത്തെ കുറച്ചും കൂടി കാര്യങ്ങൾ ഈ ടേബിളിൽ ഫില്ല് ചെയ്യാനാ പറയുന്നത്. ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാമല്ലേ. സ്വീറ്റ് നേരത്തെ ജാഗ്രി നോക്കി, ഇപ്പോ ഷുഗർ, ഹണി, ഡേറ്റ്സ്, റൈപ്പ് ബനാന പഴുത്ത ബനാന അല്ലെങ്കിൽ പഴുത്ത പഴങ്ങൾ, മിൽക്ക് മിൽക്ക് ഒന്നുകിൽ സ്വീറ്റൻഡ് മിൽക്ക് അല്ലെങ്കിൽ റോ മിൽക്ക് ആണെങ്കിലും ഇതിനൊരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ടാവും അല്ലേ. ഇനി പുളിരസമോ, ലെമൺ, കേർഡ്, വിനെഗർ, കൊക്കം എന്ന് പറഞ്ഞാലും ഒരു ടൈപ്പ് ഓഫ് പുളിയാണ്, റോ ടൊമാറ്റോ പച്ച തക്കാളി, സോൾട്ടി എന്ന് പറഞ്ഞാൽ സോൾട്ട് ആഡ് ചെയ്തിട്ടുള്ള ഫുഡാണ് മെയിൻ ആയിട്ടും സോൾട്ടി ആയിട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം, റോക്ക് സോൾട്ട്, പിന്നെ സോയ് സോസ് അല്ലെങ്കിൽ സോൾട്ടഡ് ബട്ടർ, പിന്നെ സോൾട്ടഡ് ബിസ്ക്കറ്റ്സ്, അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ടാവും അല്ലെ. ഇനി പഞ്ചൻ സ്പൈസി ആയിട്ടുള്ളത്, ബ്ലാക്ക് പെപ്പർ, ജിഞ്ചർ, ഗാർലിക്, മസ്റ്റാർഡ്, ക്ലോവ്സ്, ഗ്രീൻ ചില്ലി, റെഡ് ചില്ലി, അങ്ങനെ എരിവുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ബിറ്റർ കയ്പോ, ബിറ്റർ ഗാർഡ് കയ്പ അല്ലെങ്കിൽ പാവക്ക, ഫെനുഗ്രീക്ക് സീഡ്സ്, ഉലുവ, കോഫി ഡാർക്ക് കോഫി അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ്, കോഫിയും ഡാർക്ക് ചോക്ലേറ്റിനൊക്കെ ഒരു കയ്പാണല്ലേ. ടെർമറിക്, സ്പിനാച്ച്, ഇതൊക്കെ സ്പിനാച്ച് കയ്പുള്ളൊരു തരം സ്പിനാച്ച് ഉണ്ട്, അതാണ്. ഇനി ആസ്ട്രിഞ്ചന്റ് ചവർപ്പ് രുചി, പോംഗ്രനേറ്റിന് എസ്പെഷ്യലി നല്ല പഴുക്കാത്ത പോംഗ്രനേറ്റ് നിങ്ങൾ കഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അല്ലേ. അതുപോലെ പഴുക്കാത്ത പഴങ്ങളൊക്കെ ബനാനയാണെങ്കിലും പിന്നെ ഗോവയാണെങ്കിലും ഒക്കെ പഴുക്കാത്തത് കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ചവർപ്പുണ്ടാവും. ആംല, ഗൂസ്ബെറി, ഗ്രീൻ ടീ. Discuss in small groups and identify the food items having at least 3 different tastes. 3 ഡിഫറെന്റ് ടേസ്റ്റ് എങ്കിലുള്ള ഏതെങ്കിലും കുറച്ച് ഫുഡ് ഐറ്റത്തിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് നോക്കാം അല്ലെ. ഒന്ന് ഇപ്പൊ പറഞ്ഞു ഉഗാദി പച്ചടിയിൽ 6 ടേസ്റ്റ് ആണ് ഉള്ളത്. അതിനുശേഷം ആംല നമ്മൾ ആദ്യം തന്നെ കഴിക്കുമ്പോൾ ഭയങ്കര സോർ, ബിറ്റർ, ആസ്ട്രിഞ്ചന്റ് ഒക്കെ ടേസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ അതിന്റെ കൂടെ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുമ്പോഴോ നമുക്ക് നല്ല മധുരം തോന്നും അല്ലെ. അപ്പോ ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ട് ആംലയില്. ലെമൺ പിക്കിളില് നല്ല മധുരം തോന്നും, എരിവ് തോന്നും, അതുപോലെ കയ്പും ഒക്കെ തോന്നും അല്ലെ. അപ്പൊ ഇതുപോലെ പലതരം പിക്കിളിന് വേറെ വേറെ രുചി ഉണ്ടാകും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 3 അതിലധികമോ രുചിയുള്ള ഏതെങ്കിലുമൊക്കെ ഭക്ഷണം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. Do you know the 6 tastes such as sweet, sour, salty, pungent, bitter and astringent are known as ഷഡ്രസ in Ayurveda. ആയുർവേദത്തില് ഈ 6 രുചികൾക്കും കൂടി ചേർന്ന് പറയുന്ന പേരാണ് ഷഡ്രസ. Ayurveda suggests that eating balanced food containing ഷഡ്രസ is good for health.
നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ 6 രുചികളിലുള്ള വിവിധ ഇനം ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണെന്നാണ് ആയുർവേദ സജസ്റ്റ് ചെയ്യുന്നത്. A stall of superfood. Surabhi and her friends decided to visit a stall of millet food. Looking at the menu, Surabhi recalled that her grandmother used to eat jowar and bajra roti in winters and jaw roti during summers. Millets are rich sources of nutrients. Children were happy to order jowar upma and eat healthy millet based food items. ആ ഫുഡ് റിച്ച് സോഴ്സസ് ഓഫ് ന്യൂട്രിയൻസ് ആണ്. അതിൽ വളരെയധികം ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ധാന്യങ്ങൾ, അരി, ഗോതമ്പ് എന്ന പോലെയുള്ള വലിയ ധാന്യങ്ങളല്ലാതെ കുഞ്ഞു കുഞ്ഞ് റാഗി, ജോവർ, ബാജ്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുഞ്ഞു ധാന്യങ്ങൾ, അതാണ് മില്ലറ്റ്സ്. മില്ലറ്റ്സിനെ സൂപ്പർ ഫുഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ സൂപ്പർ ഫുഡ് കഴിക്കുന്നത് നമുക്ക് നല്ല ഹെൽത്ത് തരാൻ സഹായിക്കും. ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് എ മില്ലറ്റ് ബേസ്ഡ് ഫുഡ് പ്രിപ്പയർഡ് അറ്റ് യുവർ ഹോം. നിങ്ങളുടെ വീട്ടിൽ മില്ലറ്റ് ഉപയോഗിച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാറുണ്ടോ? എൽഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കാം. റാഗി പൊറിഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന കുറുക്കില്ലേ, ആ കുറുക്ക് റാഗി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല റാഗി ദോശ, റാഗി ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കും. ഇനി വേറെയും പലതരം മില്ലറ്റ്സ് ഉപയോഗിച്ചിട്ട് മില്ലറ്റ് ഉപ്മാ, മില്ലറ്റ് ദോശ ഒക്കെ ഉണ്ടാക്കും അല്ലെ. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾ ക്ലാസ്സിൽ വന്ന് ഡിസ്കസ് ചെയ്യാം. How does food help us? Children were attracted towards a banner which said colors on plate, wellness in life. ബാനറിൽ എഴുതി വെച്ചിരിക്കുകയാണ് കളേഴ്സ് ഓൺ പ്ലേറ്റ്, വെൽനസ് ഇൻ ലൈഫ്. എന്താണ്, എങ്ങനെയാണ് ഈ ഫുഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഈ പലതരം കളറുള്ള ഫുഡ് അല്ലെങ്കിൽ പല വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? നമുക്ക് നോക്കാം. Why do we need to eat different kinds of food items? എന്തുകൊണ്ടാണ് നമ്മൾ പലതരത്തിലുള്ള ഫുഡുകൾ കഴിക്കുന്നത്? നമുക്ക് എല്ലാ ദിവസവും ചോറ് മാത്രം കഴിച്ചാൽ പോരെ? എന്തിനാ നമ്മൾ ചോറിന്റെ കൂടെ വെജിറ്റബിൾസും പിന്നെ നോൺ വെജിറ്റേറിയൻ ഐറ്റംസും ഒക്കെ കഴിക്കുന്നത്? രാവിലെ എണീച്ച് ചോറല്ലല്ലോ കഴിക്കുന്നത്, ദോശ, സാമ്പാർ, പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാറില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പലതരം ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നത് എന്നാണ് ചോദ്യം. Eating a variety of food help us get energy, grow properly, build strong bones and muscles, protect our body from diseases and stay healthy and active. Our body requires a variety of food items to stay healthy, energetic and strong. Food is required for balanced growth of our body. Since no single food contains all the nutrients our bodies needed, important to eat a variety of food. നേരത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. നമ്മുടെ ശരീരത്തിന് വളരാനും എനർജി കിട്ടാനും ഒക്കെ വേണ്ടി പലതരത്തിലുള്ള ന്യൂട്രിയൻസ് വേണം. അപ്പൊ ഏതെങ്കിലും ഒരു ഫുഡില് എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ പലതരം ഫുഡ് കഴിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായി എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഫുഡ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ ആദ്യമായി ഫുഡ് വായിലിട്ട് ചവച്ച് ഇറക്കുന്നല്ലേ. ആ ഫുഡ് നമ്മുടെ വയറിലെത്തിയോ? വയറില് അത് ഇനിയും ചെറിയ ചെറിയ പീസസ് ആയിട്ട് ബ്രോക്കൺ ഡൗൺ ചെയ്യും. അതിനുശേഷം ചില പ്രത്യേക പ്രോസസ് ഒക്കെ കഴിഞ്ഞ് ഈ കഴിച്ചിരിക്കുന്ന ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസ്, എന്താണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് ഫുഡിൽ നിന്ന്? ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസ് നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നു. ന്യൂട്രിയൻസ് മുഴുവൻ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണ്? വേസ്റ്റ് ആണല്ലേ. ആ വേസ്റ്റ് നമ്മുടെ ശരീരം പുറന്തള്ളുന്നു. നമ്മളൊക്കെ എല്ലാ ദിവസവും ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വേസ്റ്റ് പുറത്തേക്കും കളയുന്നു. ഒരു സൈഡിൽ കൂടി നമ്മൾ ഫുഡ് കഴിക്കുന്നു, ആ ഫുഡിൽ നിന്നുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നു, വേസ്റ്റ് ആയതിനെയൊക്കെ പുറത്തു കിടക്കുന്നു. ഇനി ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞല്ലോ, എന്താണ് ഈ ന്യൂട്രിയൻസ്? നോക്കാം. Food groups. Food helps in body building. Food provides energy. Food protects from diseases.
നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ശരീരത്തിന് ന്യൂട്രിയൻസ് കൊടുക്കുന്നു. ആ ന്യൂട്രിയൻസ് എന്തിനൊക്കെ വേണ്ടിയാണ് ശരീരം ഉപയോഗിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്കൊരു 100 രൂപ തരികയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ 100 രൂപ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കും, ചിലപ്പോൾ കുറച്ച് പിഗ്ഗി ബാങ്കിൽ ഇട്ട് വെക്കും, ചിലപ്പം കുറച്ച് പൈസ വേറെ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. അങ്ങനെയല്ലേ? അപ്പൊ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പൈസ നിങ്ങൾ പല രീതിയിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരം നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടിയ ന്യൂട്രിയൻസിനെ പല ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് ആവശ്യങ്ങള്? ഫസ്റ്റ് വൺ, എനർജി. നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ഓടി കളിക്കണ്ടേ, നടക്കണ്ടേ, എല്ലാ കളികളും കളിക്കണ്ടേ? എങ്ങനെയാ അതിനുള്ള എനർജി കിട്ടുക? ഫുഡ് കഴിച്ചില്ലെങ്കിൽ എനർജി ഉണ്ടാവോ? അപ്പൊ ഫുഡിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസിന് ഒരു ഭാഗം അത് എനർജിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഫുഡിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കാണുന്ന സമയത്ത് ഫിഷ് ആണ്, ചോറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഫുഡിന്റെ ഉള്ളിലുള്ള ന്യൂട്രിയൻസ് ഉണ്ട്. ഇതിന്റെ ഉള്ളിലുള്ള കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന കാര്യമാണ് എനർജി തരുന്നത്. എന്തൊക്കെ ഫുഡ് കഴിച്ചാലാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടുക? ചോറ്, ധാന്യങ്ങള്, ചപ്പാത്തി, ബ്രെഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് തരും. അപ്പൊ നിങ്ങൾ ഇനി മുതൽ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എനിക്ക് നന്നായി ഓടിക്കളിക്കണം, എനിക്ക് നല്ല എനർജി വേണം, സോ ഞാൻ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് കഴിക്കും എന്ന് നിങ്ങൾ തീരുമാനിക്കണം കേട്ടോ. ഓക്കെ, എനർജി കഴിഞ്ഞു. ബാക്കി ന്യൂട്രിയൻസ് വേറെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? ബോഡി ബിൽഡിംഗ്. എന്താണ് ബോഡി ബിൽഡിംഗ്? നിങ്ങൾ ചെറിയ കുട്ടിയായപ്പോഴും ഇപ്പോഴും നിങ്ങളുടെ ശരീരം വളർന്നില്ലേ? അന്ന് നിങ്ങൾ കുഞ്ഞു കുട്ടിയായിരുന്നു, ഇന്ന് നിങ്ങൾ വലിയ ആളുകളായി, കൈയും കാലും ഒക്കെ വളർന്നു. അന്ന് ഇടുന്ന ഡ്രസ്സൊക്കെ ഇന്ന് നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ എങ്ങനെയാ നിങ്ങൾ വളർന്നു വന്നത്? നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗവും വളർന്ന് വളർന്ന് നിങ്ങൾ ഇപ്പോഴുള്ള പോലെ ആയി മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടി ശരീരം ന്യൂട്രിയന്റ് ആയ പ്രോട്ടീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് പ്രോട്ടീൻ ഉപയോഗിച്ച് നമ്മുടെ ശരീരം വലുതാവുകയാണ്, നമ്മുടെ ശരീരം സ്ട്രോങ് ആയിട്ട് വളരുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്? മീറ്റ്, എഗ്, പാല്, പിന്നെ പൾസസ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ കൊടുക്കും. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനർജി കിട്ടും, പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം സ്ട്രോങ് ആയിട്ട് വളരും. ഇനി നമുക്ക് വളരെ അത്യാവശ്യമായി വേണ്ട ഒരു കാര്യമാണ് ഇമ്മ്യൂണിറ്റി. നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കണം അല്ലേ? നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാവണം. എന്താണ് ഇമ്മ്യൂണിറ്റി? ശരീരത്തിലേക്ക് വരുന്ന രോഗാണുക്കളെയൊക്കെ കൊല്ലാനും അതിനോടൊക്കെ ഫൈറ്റ് ചെയ്യാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അത് ഒരു പട്ടാളക്കാരെ പോലെയാണ്. സോൾജേഴ്സ് നമ്മുടെ രാജ്യത്തിനെ കാക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലേ? അതുപോലെയാണ് നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ എത്ര കൂടുതലുണ്ടോ അത്രയും കുറവേ നമുക്ക് അസുഖങ്ങൾ വരികയുള്ളൂ. വൈറ്റമിൻസ് ഇമ്മ്യൂണിറ്റി തരുന്ന ന്യൂട്രിയന്റ്. ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ട ഭക്ഷണമാണ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എക്സെട്ര. നിങ്ങൾക്ക് വീട്ടിൽ ഫുഡ് കഴിക്കാൻ തരുമ്പോ വെജിറ്റബിൾസ് കിട്ടുമ്പോ നിങ്ങൾ അയ്യോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെക്കാറുണ്ടോ? എന്നാൽ ഇന്ന് മുതല് നിങ്ങൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നിർബന്ധമായി കഴിക്കണം. അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുമോ? ഓടാൻ പറ്റുമോ? സ്കൂളിൽ പോകാൻ പറ്റുമോ? ഇല്ല അല്ലെ? അസുഖം വരാതിരിക്കാൻ നമുക്ക് ഇമ്മ്യൂണിറ്റി വേണം. ഇമ്മ്യൂണിറ്റി വേണമെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കഴിക്കണം. അപ്പോ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് എന്താണെന്നും അത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഈ പേജിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ഗ്രൂപ്പിലും ഉൾപ്പെടുന്ന കൂടുതൽ കൂടുതൽ ഭക്ഷണ സാധനങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫുഡ് ലൈക്ക് റൈസ്, പൊട്ടാറ്റോ, വീറ്റ്, മേസ്, ബനാന, ആപ്പിൾ, സ്വീറ്റ് പൊട്ടാറ്റോ, ഹണി, മില്ലറ്റ്സ് എക്സെട്ര ആർ റിച്ച് ഇൻ എനർജി. ഇവിടെ ചില ഫ്രൂട്ട്സ് ഒന്നും കാണുമ്പോൾ ഡൗട്ട് വരണ്ട. ആ ഫ്രൂട്ട്സ് നമുക്ക് ശരീരത്തിന് ഇമ്മ്യൂണിറ്റിയും തരും, അതുപോലെ തന്നെ ശരീരത്തിൽ എനർജിയും തരും. അപ്പൊ ചില ഫുഡിന് അങ്ങനെ ഒരു കഴിവുണ്ട്. ആ ഫുഡിൽ പല കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അത് എനർജി തരാനും ശരീരം വളരാൻ സഹായിക്കാനും അതുപോലെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി നൽകാനും കഴിയും. എന്നാൽ എല്ലാ ഫുഡും അങ്ങനെയല്ല. ഫുഡ് സച്ച് ആസ് പൾസസ്,
Legumes, soybeans, chickpeas, peanuts, tofu, milk, cheese, beans, almonds, walnuts, eggs, meat, fish, etc. help us grow, build our muscles and make us strong. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. And they are known as body building foods. Similarly, fruits and vegetables like carrot, orange, lemon, papaya, spinach, cabbage, guava, amla, tomato, etc. help us to fight against and protect us from diseases. That is why these foods are termed as protective food. എന്തൊക്കെയാണ്? എനർജി ഗിവിംഗ് ഫുഡ്, ബോഡി ബിൽഡിംഗ് ഫുഡ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫുഡ്. ഈ 3 തരം ഫുഡും എന്ത് കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അതിന്റെ ആൻസർ നിങ്ങൾ അവിടെ നിന്ന് തന്നെ പറയണം. 3 ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ട്. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ എനർജി ഗിവിംഗ് ഫുഡ്, സെക്കൻഡ് വൺ ബോഡി ബിൽഡിംഗ് ഫുഡ് ആൻഡ് തേർഡ് വൺ പ്രൊട്ടക്റ്റീവ് ഫുഡ്. യെസ്, എനർജി ഗിവിംഗ് ഫുഡ് നമ്മൾക്ക് എനർജി തരുന്നു, ബോഡി ബിൽഡിംഗ് ഫുഡ് നമ്മുടെ ശരീരം സ്ട്രോങ് ആയിട്ട് വളരാൻ സഹായിക്കുന്നു, പ്രൊട്ടക്റ്റീവ് ഫുഡ് നമ്മളെ അസുഖങ്ങളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇതിൽ 3 തരം ന്യൂട്രിയൻസ് നമ്മൾ പഠിച്ചല്ലോ. എന്തൊക്കെയായിരുന്നു? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് വൈറ്റമിൻസ്. കാർബോഹൈഡ്രേറ്റ് എനർജി ഗിവിംഗ് ആണ്, പ്രോട്ടീൻ ബോഡി ബിൽഡിംഗ് ആണ്, ആൻഡ് വൈറ്റമിൻസ് ഇമ്മ്യൂണിറ്റി തരുന്ന ന്യൂട്രിയന്റ്. Discuss what happens if we eat food from a single group of food every day. ഇതിന്റെ ആൻസർ ഇപ്പൊ നിങ്ങൾക്ക് കണ്ണു അടച്ച് പറയാൻ പറ്റും. നിങ്ങൾ എനർജി ഗിവിംഗ് ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് എനർജി ഒക്കെ ഉണ്ടാവും, പക്ഷെ നിങ്ങളുടെ ശരീരം വളരണ്ടേ? നിങ്ങളുടെ ശരീരം അതുപോലെ തന്നെ ഇരുന്നാൽ എങ്ങനെയിരിക്കും? അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അപ്പോ ഈ 3 തരം ഫുഡും കഴിക്കാതെ ഒരു തരം ഫുഡ് മാത്രം കഴിച്ചാൽ ആ ഒരു കാറ്റഗറിയിലുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടായാലും മറ്റ് 2 കാര്യങ്ങൾ ഇല്ലാതായി പോകും. അപ്പൊ അതെങ്ങനെ എഴുതാം? If we eat food from only one group every day, body will not get all nutrients it need. ശരീരത്തിന് ഈ എല്ലാ ന്യൂട്രിയൻസും ആവശ്യമാണ്, ഇതെല്ലാം കിട്ടാതായി. This can make us weak, slow our growth or reduce our energy, lower our immunity and increase the chances of getting sick. We should eat a balanced diet. ഇവിടെ ഒരു പുതിയ ടേം ഉണ്ട്, ബാലൻസ്ഡ് ഡയറ്റ്. We should eat a balanced diet with different kinds of food to stay healthy and active. നമ്മൾ എല്ലാ ഗ്രൂപ്പിൽ നിന്നുമുള്ള ഫുഡ് വേണം കഴിക്കാൻ. ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ള ടേം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇറ്റ് ഈസ് ബാലൻസ്ഡ്. കൃത്യമായിട്ടുള്ള ഫുഡ്, കൃത്യമായിട്ടുള്ള അളവില് എല്ലാ ന്യൂട്രിയൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഫുഡിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് ബാലൻസ്ഡ് എന്ന് പറയുന്നത്? ഒരു സാധനവും കൂടുതലോ വേറെ സാധനം കുറവോ ഒന്നുമല്ല, എല്ലാം കൃത്യമായ ബാലൻസ്ഡ് ആയിട്ടുള്ള അളവിലാണുള്ളത്. നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും കൃത്യമായ അളവിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫുഡിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിന്റെ ബാക്കി പാർട്ട് 2 വീഡിയോ ആയിട്ട് ഇതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.